വെൽക്കം ബാക്ക് ടു സൈലൻ. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ സാർ. എല്ലാവർക്കും സ്വാഗതം. യെസ്, നമുക്കാണെങ്കിൽ പറയാനുള്ളൊരു കാര്യമാണ്. നമുക്ക് നാളെ പരീക്ഷയാണ്. പരീക്ഷയാകുമ്പോൾ കുറേ കുട്ടികൾ ചോദിക്കും, സാറേ ഒരു പാസ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമുക്കൊരു 50+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം. അപ്പം ഇവിടെ നോക്കാം, ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഫസ്റ്റ് സെറ്റിലാണെങ്കിൽ നമുക്ക് എന്താണ് ഇതുപോലെ 6 ക്വസ്റ്റ്യൻസ് വരും. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്കറിയാലോ. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് എന്താണ് മക്കളെ C++ പ്രോഗ്രാം, അഥവാ നമ്മുടെ ഈ പറഞ്ഞ ഫസ്റ്റ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, അതായത് ഇവിടെ പറയുകയാണ്, നെയിം ദ ഡേറ്റ ടൈപ്പ് ദാറ്റ് റെപ്രസെന്റ് MD സെറ്റ് ഓഫ് ഡേറ്റ. ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇത് തന്നെ വീണ്ടും നിർബന്ധമൊന്നുമില്ല. ഇവിടെ വെക്കാം, MD സെറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ് ആണ് വോയിഡ്. അപ്പോൾ ഇതിൻ്റെ ഈക്വലായിട്ടുള്ള എന്താണ് ഡേറ്റ ടൈപ്സും പഠിച്ചു വെച്ചാൽ, ഇൻറ്റ് ആണുമ്പോൾ സൈസ് 4 ബൈറ്റ് ആണ്, ക്യാർ ആകുമ്പോൾ സൈസ് 1 ബൈറ്റ് ആണ്, ഫ്ലോട്ട് ആകുമ്പോൾ സൈസ് 4 ബൈറ്റ്സ് ആണ്, പിന്നെ ഡബിൾ ആകുമ്പോൾ സൈസ് 8 ബൈറ്റ് ആണ്. അപ്പോൾ അതുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് റിലേറ്റീവ് ഉള്ള കമ്പാനിയൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ആണ്, വിച്ച് കീവേഡ് യൂസ് ടു ഡിക്ലെയർ വേരിയബിൾസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കീവേഡാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഡേറ്റ ടൈപ്സുകൾ പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ആണ്, വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ദാറ്റ് കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റിംഗ്, പബ്ലിഷിംഗ് വെബ്സൈറ്റ് ഈസ് കോൾഡ്. എന്താണ് മക്കളെ CMS എന്ന് വിളിക്കുക അല്ലേ, CMS എന്ന് വിളിക്കാം. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ഡേറ്റ അബൌട്ട് ഡേറ്റ ഈസ് കോൾഡ് മെറ്റാ ഡേറ്റ. ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറയുന്നത്, മെറ്റാ ഡേറ്റ അല്ലേ. അപ്പോൾ ഡേറ്റയുടെ മറ്റുള്ള 3 പാർട്സുകൾ എന്തൊക്കെയാണ്? ഡേറ്റയ്ക്കുള്ള 3 പാർട്സുകൾ ഫീൽഡ്, റെക്കോർഡ്, ഫീൽഡ്, റെക്കോർഡ്, ഫയൽ. അപ്പോൾ ആ 3 പാർട്സുകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. അതും ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡേറ്റ എന്താണ്? ഈ പറഞ്ഞ ഫീൽഡ് ആട്ടോ, ഓർത്തിരിക്കുക. അപ്പോൾ അതൊക്കെ ചോദിക്കുക. അപ്പോൾ ഡേറ്റ അബൌട്ട് ഡേറ്റ എന്താണ്? മെറ്റാ ഡേറ്റയാണ്. സ്മോളസ്റ്റ് പാർട്ട് ഓഫ് ഡേറ്റ എന്താണ്? ഫീൽഡാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ദ വൈൽഡ് കാർഡ് ക്യാരക്ടർ യൂസ്ഡ് ഫോർ മാച്ചിങ് സിംഗിൾ ക്യാരക്ടർ ഡ്യൂറിങ് പാറ്റേൺ മാച്ചിങ്. നമ്മൾ ഈ പറഞ്ഞ അണ്ടർസ്കോർ ആണ് നമുക്ക് വൈൽഡ് കാർഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിംഗിൾ ക്യാരക്ടർ മാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കാം, ദ അനാലിസിസ് ആൻഡ് റീഡിസൈനിങ് ഓഫ് വർക്ക് ഫ്ലോ വിത്തിൻ എൻ്റർപ്രൈസസ്. എൻ്റർപ്രൈസിലുള്ള അനാലിസിസ് ആൻഡ് റീഡിസൈനിങ് ഓഫ് വർക്ക് ഫ്ലോ എന്ന് വിളിക്കാം. BPR, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം. മറക്കല്ലേ ഗൈസ്. നെക്സ്റ്റ് നോക്കാം, ഡിഫൈൻ അറേ, റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ്സ് ടു ഇനിഷ്യലൈസ് ദ അറേ ടു സ്റ്റോർ 5 മാർക്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ അറേ ഡിഫൈൻ ചെയ്യുക. അറേ എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സിന്റെ കളക്ഷനാണ് അറേ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറേയുടെ സിൻടാക്സ് എന്ന് പഠിച്ചിരിക്കുക. ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഇനിഷ്യലൈസ് ചെയ്യാനുള്ള സിൻടാക്സ് പറഞ്ഞേക്കുവാണ്. ഇൻറ്റ് മാർക്സ് ഓഫ് 5 = 85, 90, 78, 88, 92 അങ്ങനെ കോമയായിട്ട് സെപ്പറേറ്റ് ഇല്ലേ. അപ്പോൾ ഇതാണ് മക്കൾ എന്ത് ഈ പറഞ്ഞ നമ്മുടെ 5 മാർക്ക് സ്കോർ ഇനിഷ്യലൈസ് ചെയ്യാനുള്ളൊരു അറേ എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ഡിഫറൻസ് മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചിരിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഒക്കെ ക്ലാസ് വിത്ത് ഫോളോയിങ് ടാഗ്സിൻ്റെ കണ്ടന്റ് ടാഗ്, MD ടാഗ്, ഹെഡ് ടാഗ് കണ്ടന്റ് ടാഗാണ്, IMG ടാഗ്, BR ടാഗ് എന്താ നമ്മളെ MD ടാഗ് കേട്ടോ. അപ്പോൾ ഇത് ക്ലാസിഫിക്കേഷൻ ലിസ്റ്റ് തരും. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. അതേപോലെ ചോദിക്കുന്നതാണ് സ്റ്റാറ്റിക് വെബ് പേജ്, ഡൈനാമിക് പേജ് ഡിഫറൻസ്. അതും കൂടെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മക്കളെ. ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും അതേപോലെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്, മിസ്സാക്കല്. നെക്സ്റ്റ്, റൈറ്റ് HTML കോഡ് ടു ഡിവൈഡ് ബ്രൗസർ വിൻഡോ ഇൻറ്റു 2 ഈക്വൽ വെർട്ടിക്കൽ ഫ്രെയിംസ്. 2 ഈക്വൽ വെർട്ടിക്കൽ ഫ്രെയിംസ് ആണ് പറയുന്നത്. വെർട്ടിക്കൽ ഫ്രെയിംസ് പറയുമ്പോൾ അവിടെ ഫ്രെയിം സെറ്റിൻ്റെ ആട്രിബ്യൂട്ട് എന്താ നമ്മളെ കോഡ്സ് ആണ്. വെർട്ടിക്കൽ ആകുമ്പോൾ ഇങ്ങനെ വരും അല്ലേ, നേരെ വരും. ഹൊറിസോണ്ടൽ ആകുമ്പോൾ താഴെ വരും. അപ്പോൾ ഹൊറിസോണ്ടൽ ആകുമ്പോൾ റോസ് കൊടുക്കണം, വെർട്ടിക്കൽ ആകുമ്പോൾ കോൾസ് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കോൾസ് 50, 2 ഈക്വൽ വെർട്ടിക്കൽ ഫ്രെയിംസ് ആകുമ്പോൾ 50% സ്റ്റാർ കൊടുത്തല്ലേ. ഇപ്പോൾ 2 ലിങ്ക് കൊടുത്തു, ഫ്രെയിം സെറ്റ് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഇങ്ങനെ ചോദിക്കാം, ഫ്രെയിം സെറ്റിൻ്റെ വേറെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡാഷ് ടാഗ് ടു ഡിവൈഡ് എ ബ്രൗസർ വിൻഡോ ഇൻറ്റു ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഒരു ബ്രൗസർ വിൻഡോ ആണെങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ് മക്കളെ? ടാഗ് ഈസ് ഫ്രെയിം സെറ്റ് ടാഗ്. ഫ്രെയിം സെറ്റ് ടാഗ് ഒരു കണ്ടന്റ് ടാഗാണ്. ഫ്രെയിം ടാഗ് എന്താണ്? ഒരു MD ടാഗ്. മറക്കല്ലേ.
അത് രണ്ടും അതിൻ്റെ എക്സാമ്പിൾസ് മറക്കല്ലടാ. ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ഓയിൽ ടാഗ് ആൻഡ് യുവൽ ടാഗ്. ഓയിൽ ടാഗ് പറയടാ. ഓയിൽ ടാഗ് എന്ന് പറയുമ്പോൾ ഓയിൽ ടാഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഡർ ലിസ്റ്റ് എന്നാണ്. അപ്പോൾ എന്താണ് നമുക്ക് ന്യൂമറിക്കൽ ഓർഡറിലോ എന്താണ് ആൽഫബറ്റിക്കൽ ഓർഡറിലോ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഓയിൽ ടാഗ് എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് അതിൻ്റെ ടാഗ്സുകൾ പറയുക. ഒരു എക്സാമ്പിൾ പറയുക. അൺഓർഡർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അൺഓർഡർ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ യുവൽ ടാഗ് യൂസ് ചെയ്യും. ബുള്ളറ്റുകൾ കൊണ്ടോ മറ്റുള്ള അതർ ഗ്രാഫിക്കൽ സിമ്പൽ കൊണ്ടോ ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ഈ പറഞ്ഞ യുവൽ ടാഗ് എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് സ്ട്രിംഗ് അഡിഷൻ ഓപ്പറേറ്റർ എന്താണെന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേറ്റർ ആണ് സ്ട്രിംഗ് അഡിഷൻ ഓപ്പറേറ്റർ. അതിൻ്റെ കൂടെ പഠിച്ചു ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കൊണ്ട് പഠിച്ചു വെച്ചേട്ടോ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഇതേപോലെ എക്സാമ്പിൾ 2 സ്ട്രിംഗ് കൂടെ പ്ലസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്തല്ലേ. നെക്സ്റ്റ് ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഡേറ്റ ഇൻഡിപെൻഡൻസ് പറയുക. ലോജിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ഫിസിക്കൽ ഡേറ്റ ഇൻഡിപെൻഡൻസ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ പഠിച്ച് ഡേറ്റ അബ്സ്ട്രാക്ഷനോട് പഠിച്ചു വെച്ചേക്കുക. ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഫിസിക്കൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ലോജിക്കൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ, വ്യൂ ലെവൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ അല്ലേ. അപ്പോൾ 3 ലെവൽസ് ഡേറ്റ അബ്സ്ട്രാക്ഷനോട് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞേക്കുകയാണ്, ഒരു ടേബിൾ ഇൻസ്റ്റൻസ് പറഞ്ഞേക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് അല്ലേ. ഫസ്റ്റ് ഡിഗ്രി 1 2 3 4 കോളംസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് പ്രൈമറിക്ക് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ നമ്പറാണ് പ്രൈമറിക്ക് അല്ലേ. കാരണം ഇതിനകത്ത് യൂണിക് വാല്യൂസ് എല്ലാം അഥവാ യൂണിക് വാല്യൂസും ഡിഫറൻറ്റ് വാല്യൂസ് കീപ്പ് ചെയ്യുന്നത് അഥവാ നൾ വാല്യൂസ് ഒന്നും വരാത്ത എന്ത് വരാം ഈ പറഞ്ഞ അഡ്മിഷൻ നമ്പർ ആയിരിക്കും. സോ അഡ്മിഷൻ നമ്പർ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡിലീറ്റ് ഡ്രോപ്പ് ഡിഫറൻസ്. അതേപോലെ ഡിലീറ്റ് ഡ്രോപ്പ് ഡിഫറൻസ് ഉണ്ട്. പിന്നെയാണെങ്കിൽ ക്യാർ വാർക്കാർ ഡിഫറൻസ് പഠിച്ചിരിക്കുക. പിന്നെയാണെങ്കിൽ യൂണീക്ക് പ്രൈമറിക്ക് ഡിഫറൻസ്. ഈ 3 ഡിഫറൻസ് പഠിക്കാണ്ട് പോകല്ലേ കേട്ടോ. മസ്റ്റായിട്ട് ഡിലീറ്റ് ഡ്രോപ്പ് കമാൻഡ് ഡിഫറൻസ് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് റൈറ്റ് ഇൻ ടു അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ്, AVG, മിന്ന്, മാക്സ്, ഓക്കെ, കൗണ്ട് ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് പഠിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഡിഫൈൻ GPS എന്ന് പഠിച്ചിരിക്കുക. GPS-ന്റെ ഒരു ചെറിയ ടേംസ് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ 3 ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്, 3 ലൂപ്സുകൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. ഫോർ ലൂപ്പ്, വൈ ലൂപ്പ്, ഡു വൈ ലൂപ്പ്. ഒന്നും അറിയത്തില്ലെങ്കിൽ സിൻഡാക്സ് എഴുതി വെക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. സിൻഡാക്സുകൾ എഴുതി വെക്കുക, അത് മാർക്ക് കിട്ടുന്ന റൈറ്റ് കേട്ടോ. നെക്സ്റ്റ് ഗെറ്റ് ഫംഗ്ഷൻ, സീൻ ഡിഫറൻസ്. ഗെറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ സീൻ ആണെങ്കിൽ വൈറ്റ് സ്പേസിന് അലോക്കേറ്റ് ചെയ്യത്തില്ല. സീൻ ആണെങ്കിൽ ഗെറ്റ് ഫംഗ്ഷൻ ഈ വൈറ്റ് സ്പേസ് അടക്കമുള്ള ക്യാരക്ടേഴ്സിന് അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് എക്സാമ്പിൾ പറയാം കേട്ടോ. നെക്സ്റ്റ് എത്ര മെമ്മറി റെക്കോർഡ് ചെയ്യുന്നുണ്ട് മക്കളെ? ഇവിടെ ഒക്കെ 1 2 3 4 5 6 7 8 9 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ക്യാരക്ടർ നമ്മൾ നൽ ക്യാരക്ടർ ആണ്. ഓട്ടോമാറ്റിക്കലി സ്ട്രിംഗ് ടെർമിനേറ്റർ ആഡ് ചെയ്യല്ലേ, നൽ ക്യാരക്ടർ അല്ലേ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 10 ബൈറ്റ്സ് അല്ലേ. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജ് പഠിക്കും. മോഡുലാർ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു കേട്ടോ. നെക്സ്റ്റ് നോക്കാം. പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് പറയുക. ടു കാൽക്കുലേറ്റ് അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ എന്നാണ് ABS ഫംഗ്ഷൻ. 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക കേസ് സെൻസിറ്റീവ് രീതിയിൽ. കേസ് സെൻസിറ്റീവ് അല്ലാത്ത രീതിയിൽ strcmp. ടു ചെക്ക് ദാറ്റ് ഗിവൺ ക്യാരക്ടർ ഇസ് നമ്പർ ഓർ നോട്ട്. ഗിവൺ ക്യാരക്ടർ നമ്പർ ആണോ അല്ലെങ്കിൽ എന്താണ് ഈസ് ഡിജിറ്റ് അല്ലേ, മറക്കല്ലേ. How can the font tag used to change the appearance of a web page? Web page ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫോണ്ട് ടാഗ്. അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലേ, ഫോണ്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സിൽ കളറുണ്ട്, സൈസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ കളറും സൈസും കൊടുത്ത് അത് ചേഞ്ച് ചെയ്യും, കളറും സൈസും ചേഞ്ച് ചെയ്യും അല്ലേ. നെക്സ്റ്റ് അപ്പോൾ കേരള പീസ് എന്ന വെബ്സൈറ്റ് കയറണമെങ്കിൽ അതിനകത്തുള്ള ഡൊമൈൻ നെയിം റിസോൾവ് ചെയ്യണം. ആ കേരള പീസ് വെബ്സൈറ്റ് കയറണമെങ്കിലുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ബ്രൗസർ എന്നാൽ DNS സെർവർ നമ്മുടെ ഈ പറഞ്ഞ ബ്രൗസറിൻ്റെ ലോക്കൽ കാഷിൽ പെടുന്ന ഈ IP അഡ്രസ് ചെക്ക് ചെയ്യും. കാരണം IP അഡ്രസ് കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറഞ്ഞുള്ള വെബ്സൈറ്റ് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ, വെബ്സൈറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് ബ്രൗസറിൻ്റെ ലോക്കൽ കാഷിൽ പോയി ഈ പറഞ്ഞ എന്താണ് വെബ് പേജ് ഉണ്ട്, ഈ IP അഡ്രസ് ഉണ്ട് നോക്കിയും. അവിടെ ഇല്ല എങ്കിൽ എന്താണ് ഇവിടെ ഈ OSൻ്റെ ലോക്കൽ കാഷിൽ പോയി നോക്കും. അവിടെ ഇല്ലെങ്കിൽ DNS സെർവറിൽ പോയി ചെക്ക് ചെയ്തിട്ട് എന്താണ് അവിടുന്ന് IP അഡ്രസ് കിട്ടും. എന്നിട്ട് IP അഡ്രസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ബ്രൗസർ സെർവറായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് എക്സസിക്കൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച ഔട്ട്പുട്ട് ഓഫ് y ഇൻ ദ ഫോളോയിങ്. ഇവിടെ വെക്കാം വൈയുടെ വല y ഈസ് ഞാൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ നമ്പർ എന്നാണല്ലേ. അപ്പോൾ നമ്പർ അല്ല എങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ട്രൂ റിട്ടേൺ ചെയ്തു. നെക്സ്റ്റ് എക്സ് നമ്പർ അല്ലല്ലോ, സോ ട്രൂ റിട്ടേൺ ചെയ്യും. ട്രൂ റിട്ടേൺ ചെയ്യും. സോ ട്രൂ റിട്ടേൺ ചെയ്യും അല്ലേ, ട്രൂ റിട്ടേൺ ചെയ്യും. ചുമ്മാ കേട്ടോ. ഓക്കെ, മാറ്റി വെച്ചേക്ക്. ഓക്കെ, ട്രൂ റിട്ടേൺ ചെയ്യും. ക്യാരറ്റ് ഓഫ് സീറോ എന്ന് പറയും. ക്യാരറ്റ് സീറോ എന്ന് പറയുമ്പോൾ എന്താണ് ക്യാരറ്റ് സീറോ എന്ന് പറയുന്നതിരിക്കട. ക്യാരറ്റ് സീറോ എന്ന് പറയുമ്പോൾ സീറോത്ത് ലൊക്കേഷൻ കാര്യം എന്താണ് C ആണല്ലേ, C റിട്ടേൺ ആയിട്ട് വരും. നെക്സ്റ്റ് ടു ലോവർ കേസ്. എന്തിലാണ് ഇതുപോലെ ലോവർ കേസ് എന്നാണ് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് നമ്മളെല്ലാം ഇതുപോലെ ലോവർ കേസിൽ കൺവേർട്ട് ആയിട്ട് വരും അല്ലേ.
ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, വിർച്വൽ പ്രൈവറ്റ് സെർവർ പഠിച്ചിരിക്കുക. എന്താണ് വാട്ട് ഈസ് വെബ് ഹോസ്റ്റിംഗ് പഠിച്ചു വെച്ചേക്കുക. വാട്ട് ഈസ് വെബ് ഹോസ്റ്റിംഗ് നമ്മളെ ഈ പറഞ്ഞ നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു, ആ വെബ്സൈറ്റ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് വെബ് സെർവർ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിന് എന്ന് വിളിക്കടാ ഈ പറഞ്ഞ വെബ് ഹോസ്റ്റിംഗ് എന്ന് വിളിക്കല്ലേ. പിന്നെന്താണ് ഇതുപോലെ കൊറീസുകൾ ചോദിക്കാം. കാരണം കൊറീസുകൾ സാർ റൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല, കൂടുതൽ പറയുന്നില്ല, ഇവിടെ വെക്കാം. അപ്പോൾ ഈ കൊറീസുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മളിത് ലൈവിൽ പറയുന്നതായിരിക്കും കേട്ടോ. കൊറീസുകൾ ക്വസ്റ്റ് ചോദിക്കും, ഫസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യാണ്. പിന്നെ MIS DIS അങ്ങനെയുള്ള ടേംസുകളൊക്കെ ചോദിക്കാം നമ്മുടെ ഈ പറഞ്ഞ ഇതിനകത്തുള്ള ERP-ക്കകത്തുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. പിന്നെ സൈബർ ക്രൈംസിന് ഇൻഡിവിജ്വൽ മസ്റ്റ് ക്വസ്റ്റ്യാണ്, മസ്റ്റായിട്ട് വന്നിരിക്കും, ഒരിക്കലും മാറ്റമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും 3 മാർക്കിൻ്റെ ഒരു പാർട്ടായിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് സൈബർ ക്രൈംസിന് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ മിസ്സാക്കല്. നെക്സ്റ്റ് പാർട്ട് 4 നമ്മളെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ പറയാം. ഇവിടെ നിന്നാണ് ഐയുടെ വര 3 ആകുമ്പോഴാണ് ഇവിടെ ബ്രേക്ക് അടിച്ച് പുറത്തോട്ട് വരില്ലേ. ഓക്കെ, യെസ്. അഥവാ ഹലോ എന്താണ്, ഹലോ ആണെങ്കിൽ 2 വട്ടം പ്രിൻ്റ് ആയിട്ട് വരും അല്ലേ. യെസ്, ഹലോ ആണെങ്കിൽ 2 വട്ടം പ്രിൻ്റ് ആയിട്ട് വരില്ല. ഹലോ ഇപ്പോൾ 2 വട്ടം പ്രിൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ഇപ്പോൾ കണ്ടിന്യൂ ആണെങ്കിൽ ഹലോ എന്താണ്, ഹലോ ആണെങ്കിൽ എത്ര വട്ടം പ്രിൻ്റ് ചെയ്യണം നമ്മളെ? ഹലോ 4 വട്ടം പ്രിൻ്റ് ചെയ്യും. 5 വട്ടമല്ല, കാരണം ഇവിടെ 3 വരുമ്പോൾ സ്കിപ്പ് അടിച്ച് പോയില്ല. അപ്പോൾ ഹലോ 4 വട്ടം പ്രിൻ്റ് ആവും അല്ലേ. നെക്സ്റ്റ് റൈറ്റ് ദ HTML പ്രോഗ്രാം ടു ഫോളോയിങ് നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന HTML പ്രോഗ്രാം കൊടുക്കുക. കോഡ് ഇവിടെ കൊടുത്തേപ്പോൾ ഉണ്ട്, ടേബിൾ ടാഗ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ടേബിൾ ക്രിയേറ്റുള്ള ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഓക്കെ, മാർക്ക് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റ് ടാഗ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നെക്സ്റ്റ് റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും 2 റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻസ് പറയട്ടോ. ബൈനറി ഓപ്പറേഷൻ വരെ മിനിമം 2 ടേബിൾ യൂസ് ചെയ്യുന്നു. യൂണിയൻ ഓപ്പറേഷൻ, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ, സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ പറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകൾ അതോടെ റിലേറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും നമുക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ കൂടുതൽ ക്വസ്റ്റ്യൻസും ആൻസറും നമ്മുടെ ഈ പറഞ്ഞ മെഗാ മാരത്തോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മക്കളും മെഗാ മാരത്തോണിൽ വരിക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.